വെൽക്കം ബാക്ക്. സോ ഞാനിന്ന് സൗദി പോവാം, എൻ്റെ ഇത്താത്തക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ സൗദിയിലേക്ക് പോവാം കേട്ടോ, ഇത്താത്തക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ എയർപോർട്ടിൽ ഉമ്മി മാത്രമായിട്ട് ആക്കിയത്, വാപ്പയ്ക്ക് ജുമ്മയുള്ളതുകൊണ്ടിട്ട് വന്നിട്ടുണ്ടായില്ല. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ സോളോ ട്രിപ്പ് കൂടെയാണ്, ഫ്ലൈറ്റ്. ലഗേജൊക്കെ എടുത്ത് ഉമ്മി പോകുന്നുണ്ട്, ഞാൻ ഉമ്മി പോകുന്ന പോലെ ഉണ്ട് കേട്ടോ. ശരിക്കും ആൾക്ക് നല്ല വിഷമമുണ്ട് എൻ്റെ കൂടെ വരാൻ പറ്റാത്തതിന്. പക്ഷേ ഇന്ന് ഷോപ്പിൽ ഇപ്പോൾ ഷോപ്പിലെ സീസണൊക്കെ ആയതുകൊണ്ടിട്ടാണ് ആൾക്ക് വരാൻ പറ്റാത്തത്. അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞു, ഞാൻ നേരെ ലൗഞ്ചിലേക്കാട്ടോ പോയത്. നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം എൻ്റെ ചെക്കിൻ ടൈമിൽ കുറച്ചൊരു ഡിലേ വന്നായിരുന്നു. അങ്ങനെ ഇമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ലൗഞ്ചിലേക്ക് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ, ഫിഷ്, ആലു, ചപ്പാത്തി. സൗദി പോവാം, എൻ്റെ ഇത്താത്തക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആളോട് പറഞ്ഞത് ഞാൻ ശ്രീലങ്കയിൽ പോവുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആളെ ഭയങ്കരമായിട്ട് വിശ്വസിച്ചു. അപ്പോൾ എനിക്ക് ഓൾറെഡി ശ്രീലങ്കയിൽ 1 hour ലെയറുണ്ട്, ബട്ട് പോകുന്നത് റിയാദിലേക്കാണ്. എന്തായിരിക്കും? ഐ എം സോ എക്സൈറ്റഡ്. നമുക്ക് നോക്കാം. റൗണ്ട്സിൽ ഫുഡ് കഴിക്കാം. കൊള്ളാം. ആലപ്പി ഫിഷ് കറി, പിന്നെ മലബാർ ചിക്കൻ, പിന്നെ എന്തൊരു ചിക്കൻ കറി അതുകൊണ്ട് കൊള്ളാം. സോ ഫുഡ് കഴിച്ച് കഴിഞ്ഞു, നമ്മൾ ലോഞ്ചിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഗേറ്റിന് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ബോർഡിങ്. അപ്പോൾ അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തന്നെ ഏകദേശം ടൈം ആവാറായി. സോ ലെറ്റ്സ് ഗോ. സോ പ്രീ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് പോകുന്നത്. അതിൻ്റെ ചെറിയ ടെൻഷനുണ്ട്. ലാസ്റ്റ് ടൈം ഞാൻ പോയപ്പോൾ ഉമ്മി ഉണ്ടായി, പിന്നെ ഇതിന് മുന്നേ ഇൻ്റർനാഷണലിൽ പോയപ്പോൾ നേച്ച ഉണ്ടായി. സോ ഒറ്റയ്ക്ക് ഇത് ഫസ്റ്റ് ടൈമാണ്. പേടിക്കാനൊന്നും ഇല്ല എന്നാണ്, പക്ഷെ എനിക്ക് ലേ ഓവർ ഉള്ളതിൻ്റെ ടെൻഷനുണ്ട്. നോക്കാം. ശരിക്കും എനിക്ക് ഈ വട്ടം പോകുന്നതിന് കുറച്ചധികം ടെൻഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ഇത്താത്തയ്ക്കൊന്നും അറിയില്ല കുഞ്ഞുങ്ങളെ പിക്ക് ചെയ്യാൻ വരും എന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ സ്റ്റേക്കേഷൻ എന്ത് പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് അതുകൊണ്ടിട്ട് ഒരു ടെൻഷൻ ഉണ്ടായി, ഇനി മറന്നു പോവോ ഇല്ലേ എന്നൊക്കെയുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ശ്രീലങ്കയിലേക്കുള്ള ഫ്ലൈറ്റിൽ നമുക്ക് സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. ശ്രീലങ്കയിലെത്തി. ഇനി നമുക്ക് ഗേറ്റ് ചേഞ്ച് ചെയ്യണം. ഇവിടെ ഇനി 40 minutes ലേ ഓവർ ഉണ്ട്. അപ്പം നമ്മുടെ ഗേറ്റ് അങ്ങോട്ടാണ്. 8 ആണ് ഗേറ്റ്. അങ്ങോട്ടേക്ക് പോകണം. ഇപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് റിയാദിലേക്കുള്ള ഫ്ലൈറ്റ് കയറാൻ പോവാണ്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. എനിക്ക് ആളുടെ റിയാക്ഷൻ കാണണം എന്നൊക്കെ. എനിക്കറിയില്ല എന്തായിരിക്കും അവൾ ഫീൽ ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഭയങ്കര എക്സൈറ്റഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സർപ്രൈസ് കൊടുക്കാനും അതേപോലെ സർപ്രൈസ് മേടിക്കാനും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. സോ ലെറ്റ്സ് സീ. സോ നമ്മൾ ബോർഡ് ചെയ്തു. സൈഡ് സീറ്റ് കിട്ടിയില്ല. Closest to you. During any evacuation, follow the flow path marking. Please read the safety instruction card and the passenger information leaflet placed in your seat pocket before departure. Thank you. അങ്ങനെ ടേക്ക് ഓഫ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ഫുഡൊക്കെ വന്നു. എനിക്ക് ഒരു വാട്ട് ഐ ഏറ്റ് ഇൻ മൈ ഫ്ലൈറ്റ്
ഓൺ വോയിസിൽ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് ഞാനൊരു ചെറിയ ഇൻട്രോവേർട്ടാണ്. അങ്ങനെ ഫുഡ് നമുക്ക് ബട്ടർ ചിക്കനും സാലഡും ഡെസേർട്ടൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ വലിയ എക്സ്പെക്റ്റേഷനൊന്നും കൊടുക്കരുതല്ലോ, കുഴപ്പമില്ലായിരുന്നു ഫുഡൊക്കെ. ഡെസേർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഒരു കോഫി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു കേക്കായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചു. ആൻഡ് ഞാൻ മൂവി കണ്ടു. ഒന്നല്ല 5-6 കണ്ടായിരുന്നു. 6 hours ഉണ്ടായിരുന്നല്ലോ. നിരത്തിരുന്ന് എല്ലാ മൂവി ഇരുന്ന് കണ്ടു. അങ്ങനെ ഒരു ചെറിയൊരു നാപ്പൊക്കെ എടുത്ത് എണീറ്റപ്പോഴത്തേക്കിനും നമ്മൾ റിയാദിലേക്ക് എത്തിയായിരുന്നു. ഇമിഗ്രേഷൻ കഴിഞ്ഞു, ഇനി ലഗേജ് കളക്ട് ചെയ്യണം. ലഗേജ് കളക്ട് ചെയ്തിട്ട് വരാം. എൻ്റെ ഒരു സ്യൂട്ട് കേസ് കിട്ടാൻ കുറച്ചൊരു ഡിലേ വന്നായിരുന്നു. സ്യൂട്ട് കേസല്ല, ട്രോളി. അങ്ങനെ അത് ഡാമേജും ആയായിരുന്നു കേട്ടോ, ഹാൻഡിലൊക്കെ പോയി. ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, കാരണം പിക്ക് ചെയ്യാൻ നേരത്തെ കുഞ്ഞുങ്ങളെത്തിയായിരുന്നു. അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കിനും കുഞ്ഞിൻ്റെ ഫ്രണ്ടും കൂടെ എന്നെ പിക്ക് ചെയ്തു. ഫൈമന്റെ സ്പെഷ്യൽ അയ്യോ അങ്ങനെ നമുക്ക് യാതൊരു എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് അവർ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്ലേസാണ്, റിസോർട്ടൊക്കെ പോലത്തെ ഒരു പ്ലേസിലായിരുന്നു. അപ്പോൾ ചെന്നപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ തുടങ്ങുമായിരുന്നു. പിന്നെ അവരുടെ ഫുഡൊക്കെ കഴിച്ച് ഡെസേർട്ടൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. ഇവിടെ എക്സാം വരുന്നത്, എക്സാമിൻ്റെ എൻ്റെ അപ്പോൾ ഇത് ഞാൻ വരച്ച, ഇത് എൻ്റെ ഫ്രണ്ട് വരച്ച, ഫാത്തിമ സയൻസ് പിന്നെ വാട്ടർ കളർ സ്റ്റിക്കർ കളക്ഷൻസ് ഏതിൻ്റെയൊക്കെയുള്ള കുറേ ഉണ്ട്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത്രയേ ഉള്ളൂ. ബാക്കി റിയാദിലെ വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. അതൊരിക്കും. ബൈ.